ഹായ് ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ കിടിലൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അനിയുടെ പുതിയ കാറിൽ മറ്റൊരാൾ പോകുന്നത് കണ്ട് ആദർശ് അനിയനോട് ചോദിക്കുകയും കാറിൻ്റെ പിന്നിലുള്ള സത്യം ആദർശ് കണ്ടെത്തുകയും ചെയ്യുന്ന ഒരു അടിപൊളി എപ്പിസോഡിലേക്കാണ് സ്വാഗതം. അങ്ങനെ ആദ്യം തന്നെ കാണിക്കുന്നത് കണ്ണാടിയിൽ മുമ്പിൽ നിന്ന് ഒറ്റയ്ക്ക് സംസാരിക്കുന്ന അനാമികയെ ആണ്. അനാമിക പറയുന്നുണ്ട്, ഈ സാരി നിനക്ക് നന്നായി ചേരുന്നുണ്ട് അനാമികയെന്ന്. നീ ഏത് ഡ്രസ്സ് ഇട്ടാലും നല്ല ഭംഗിയാണ് എന്ന് സ്വയം പറയാണ് അനാമിക. എങ്ങനെയുണ്ടെന്ന് അനിയോട് ചോദിച്ചു നോക്കാമെന്ന് പറഞ്ഞ് അനാമിക ബെഡിലേക്ക് നോക്കുകയാണ്. അവിടെ എങ്ങും അനിയെ കാണാത്തതുകൊണ്ട് അനാമിക ജലജയോടും ജാനകിയോടും ഒക്കെ ചോദിക്കുകയാണ്, അനിയെ കണ്ടിരുന്നോ എന്ന്. ഇല്ലെന്ന് പറയുമ്പോൾ അനാമിക പറയാണ്, അമ്മേ അമ്മേ ഒന്ന് അനിയെ പറഞ്ഞ് മനസ്സിലാക്ക്, ഞാൻ അവൻ്റെ ഭാഗ്യമാണ് എന്ന്. അവൻ എവിടെയെങ്കിലും പോകുകയാണെങ്കിൽ അത് എന്നോട് ചോദിച്ചിട്ട് വേണം പോവാൻ. ആ സമയത്ത് നയന കിച്ചണിൽ പോകുന്നത് കാണുന്ന ജലജ അനിയെ കണ്ടോന്ന് നയനയോട് ചോദിക്കുകയാണ്. അപ്പോൾ നയന പറയുന്നുണ്ട്, അനി പുറത്തുണ്ടല്ലോ, ഫ്രണ്ട്സിനെ കാണാൻ പോയതാണെന്ന്. അപ്പോൾ തന്നെ അനാമിക നയനയെ കുറ്റപ്പെടുത്തി സംസാരിക്കുകയാണ്. ശേഷം അനിയുടെ അടുത്ത് പോകുന്ന അനാമിക അനിയോട് ദേഷ്യപ്പെടുകയാണ്. നീ എവിടെയാണ് പോയത്? നിൻ്റെ ഭാര്യയാണ് ഞാൻ. നിൻ്റെ കാര്യങ്ങൾ മറ്റുള്ളവർ പറഞ്ഞിട്ടല്ല ഞാൻ അറിയേണ്ടത് എന്നൊക്കെ എന്നോട് പറഞ്ഞിട്ട് വേണം നീ എന്തും ചെയ്യാൻ. ശേഷം ആദർശിനെ കുറിച്ച് അനാമിക പറയാണ്, നിൻ്റെ ഏട്ടൻ ഇല്ലേ ആദർശ്, അവനോട് മര്യാദക്ക് നടക്കാൻ പറയും. എന്നെ ഒരു വൃത്തികെട്ട കണ്ണിൽ കൂടെയാണ് നോക്കുന്നത്. അത് കേൾക്കുന്ന അനാമികയോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുകയാണ്. എൻ്റെ ഏട്ടൻ അങ്ങനെ ഒന്നും ചെയ്യില്ല. എൻ്റെ ഏട്ടന് നിന്നേക്കാൾ സുന്ദരിയായ ഭാര്യയുണ്ടെന്ന് പറഞ്ഞ് അനി ദേഷ്യത്തോടെ അവിടെ നിന്ന് പോവുകയാണ്. പിന്നീട് ഓഫീസിൽ നിന്ന് തിരിച്ചു വരുന്ന ആദർശ് അനിക്കും അനാമികയ്ക്കും വേണ്ടി വേണു കൊടുത്ത പുതിയ കാർ വഴിയിൽ വെച്ച് ആദർശ് കാണുകയാണ്. ആ സമയത്ത് ആദർശ് അനിയെ വിളിച്ച് കാര്യം പറയാണ്. അപ്പോൾ അനി പറയുന്നുണ്ട്, പുതിയ കാറിന് എന്തോ പണിയുണ്ടെന്ന് പറഞ്ഞ് വേണു ആ കാർ കൊണ്ടുപോയതാ. എനിക്കത് അത്ര വിശ്വാസം വന്നിട്ടില്ല. അപ്പോൾ ആദർശ് പറയാണ്, എന്തായാലും ഞാൻ അയാളെ പോയി ഒന്ന് പരിചയപ്പെടട്ടെ എന്ന്. അങ്ങനെ ആദർശ് അയാളോട് പോയി സംസാരിക്കുകയും വേണുവിനെ കുറിച്ച് സത്യങ്ങൾ പറയുകയുമാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്